ഹായ് മക്കളെ, +2 കൊമേഴ്സ് മാത്തമാറ്റിക്സ് എക്സാമിനേഷനിൽ തീർച്ചയായിട്ടും നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാതെ കടന്നു പോയിട്ടുള്ള എക്സാംസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പം ഒരു 95% എബോവ് ഈ ക്വസ്റ്റ്യൻ അതേപടി ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ജസ്റ്റ് ഈ ഇക്വേഷൻസിൽ മാത്രം ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും, നമ്പേഴ്സിൽ മാത്രം ചെറിയ വ്യത്യാസം ഉണ്ടാവും, വേറൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും എക്സാമിന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, തീർച്ചയായിട്ടും പഠിച്ചു പോകേണ്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ നോക്കിയാലോ. ഒന്നുകിൽ ഇത് മിനിമൈസ് അല്ലെങ്കിൽ മാക്സിമൈസ്, ഏതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാവുക. രണ്ടാണെങ്കിലും നമ്മൾ ഇനീഷ്യൽ സ്റ്റെപ്പ് ഒക്കെ സെയിം ആണ്, അവസാനത്തെ സ്റ്റെപ്പ് മാത്രമേ ഒരു ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ ആ തന്നിട്ടുള്ള രണ്ട് കൺസ്ട്രെയിൻസ് നോക്കുക. x+2y <= 8, 3x + 2y <= 12. അതിന് നിങ്ങൾ ഇനീക്വാലിറ്റി മാറ്റിയിട്ട് ഈക്വൽ സിമ്പൽ ഇട്ടിട്ട് എഴുതുക, അതായത് ഇക്വേഷനാക്കി മാറ്റി എഴുതുക. x+2y = 8. ഈ ഇക്വേഷൻ അതിൻ്റെ ലൈൻ നമ്മൾ ആദ്യം വരയ്ക്കണം. ഞാൻ ഗ്രാഫ് വെച്ചത് ലൈൻ വരയ്ക്കാൻ കേട്ടോ. ഗ്രാഫ് നമുക്ക് ഗ്രാഫ് ഇതിലേക്ക് വരയ്ക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഗ്രാഫ് പേപ്പർ അവിടെ കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? x+2y = 8 എന്ന ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫ് വരയ്ക്കണം. അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ രണ്ട് പോയിന്റ്സ് നിങ്ങൾ ഈ ലൈനിൽ വരുന്ന 2 പോയിന്റ്സ് കണ്ടുപിടിക്കണം. ഈ ഇക്വേഷനിൽ വരുന്ന 2 x, y വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എക്സിന് 0 കൊടുത്താൽ, x = 0 കൊടുത്താൽ എന്താ വരിക? ഇത് 0 ആയിപ്പോയി. ബാക്കി 2y = 8. അപ്പോൾ y എന്താ വരിക? 8/2 അഥവാ 4. y = 4 വരും. അപ്പോൾ ഒരു പോയിന്റ് കിട്ടി, 0,4. പിന്നെ എക്സിനൊരു 4 കൊടുത്താലോ? എക്സിനൊരു 4 കൊടുത്താലോ? x = 4 കൊടുത്താൽ y എന്താ കിട്ടുക? എക്സിന് 4 കൊടുത്താൽ ഈ 4 അപ്പുറം പോയാൽ എന്തായി? 8 - 4 ആവും. അപ്പോൾ 2y = 8 - 4 അഥവാ 8 - 4 എന്താ? 4 ആ. അപ്പോൾ 2y = 4 ആ. അപ്പോൾ y 4/2 2, y 2 എന്ന് കിട്ടും. അപ്പോൾ എന്താ അടുത്ത പോയിന്റ് എന്താ? x 4, y 2 അല്ലെ? 4ഉം 2ഉം 4 കറക്റ്റ് 4 2. ഈ 2 പോയിന്റ്സ് നമ്മൾ ഗ്രാഫിൽ മാർക്ക് ചെയ്യാം. ഏതൊക്കെ? 0 4 എന്ന് പറയുമ്പോൾ x 0, y 4. ഒന്നിത്. അടുത്തത് 4,2. എക്സിൽ 4, വൈയിൽ 2, 4,2 അല്ലേ? ആ 2 പോയിന്റ്സും കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനി അടുത്തത് 3x + 2y <= 12 > മാറ്റി ഇക്വേഷൻ ആക്കുക. 3x + 2y = 12 എന്ന് എഴുതാം. 2y അല്ലേ? 2y 3x + 2y = 12 ആണ്. അതിന് നിങ്ങൾ ഇക്വേഷൻ ആക്കി മാറ്റി എഴുതി. ഇനി അതിൽ 2 പോയിന്റ്, ആ ഇക്വേഷനിലെയും 2 പോയിന്റ്സ് കണ്ടുപിടിക്കണം. പോയിന്റ്സ് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, 2 വാല്യൂസും x വാല്യൂ ആണെങ്കിലും y വാല്യൂ ആണെങ്കിലും കുഞ്ഞ് ഇൻഡിജർ വാല്യൂസ് കിട്ടാൻ ശ്രമിക്കാം. എന്നാലേ നമുക്ക് ഗ്രാഫിൽ മാർക്ക് ചെയ്യേണ്ട പോയിന്റ്സ് അല്ലേ ഇത്. അപ്പോൾ പോയിന്റ് ഒക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ കറക്റ്റ് ആയിട്ട്. അപ്പോൾ ഇൻഡിജർ വാല്യൂസ് തന്നെ, അത് ചെറിയ വാല്യൂസ് കിട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ അപ്പം ഞാൻ എക്സിനൊരു 4 കൊടുത്താൽ 12, എക്സിനൊരു 4 കൊടുത്താലേ, അല്ലെങ്കിൽ എക്സിന് 0 കൊടുക്കുക ആദ്യം. അപ്പോൾ y എന്താ കിട്ടുക? എക്സിന് 0 എന്ന് പറയുമ്പോൾ 3x 0 ആയിപ്പോയി, മൊത്തം 0 ആയിപ്പോയി. അപ്പോൾ 2y = 12. അപ്പോൾ y = 12/2 അഥവാ 6. y = 6 അല്ലേ? അപ്പോൾ ഒരു പോയിന്റ് ആയി, 0,6 അല്ലേ? 0,6 കറക്റ്റ് അല്ലേ? ഇനി yക്ക് 0 കൊടുത്താലോ? yക്ക് 0 കൊടുത്താൽ ഈ ടേം 0 ആയിപ്പോയി. അപ്പോൾ 3x = 12. അപ്പോൾ x = 12/3 അഥവാ 4. x = 4. അപ്പോൾ 4,0 അടുത്ത പോയിന്റ് 4,0 അല്ലേ? 4 3 12 കറക്റ്റ്. ഇനി എന്ത് ചെയ്യുക? ആ 2 പോയിന്റ്സ് ഗ്രാഫിൽ മാർക്ക് ചെയ്യും. ഒന്ന് 4,0 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഇനി അടുത്തത് 0,6 പറയുമ്പോൾ ഇവിടെ വരും. ഓക്കെ, ഈ 2 പോയിന്റ്സും കണക്ട് ചെയ്തിട്ട് ഗ്രാഫ് വരയ്ക്കാം. ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഫസ്റ്റ് ലൈൻ ഇല്ലേടാ, ഫസ്റ്റ് ലൈൻ, ആ ലൈനിൻ്റെ എങ്ങോട്ടേക്കാണ് നമ്മളെ റീജിയൻ വരിക നോക്കണം. അതിന് ആ ലൈനിൻ്റെ ഇനിക്വാലിറ്റിയാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ലൈനിൻ്റെ ഇനീക്വാലിറ്റി എന്താ? x + 2y <= 8 ആണ്. അത് എഴുതുക. x + 2y <= 8 എഴുതുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 0 0 എന്ന പോയിന്റ് അവിടെ അപ്ലൈ ചെയ്ത് നോക്കുക.
0 എന്ന പോയിന്റ് ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. അപ്പം എന്താ എക്സിന് 0 വൈക്ക് 0 അല്ലെ, ആ ഇക്വേഷനിൽ ആ ഇനീക്വാലിറ്റിയിൽ അപ്ലൈ ചെയ്യുക. അപ്പം എന്താ കിട്ടുക 0 + 2 × 0 ≤ 8 അല്ലെ. 0 + 2 × 0 എന്ന് പറഞ്ഞാൽ 0 ആണ് ടോട്ടൽ. ഫൈനൽ ആൻസർ 0 ആണ്. 0 ≤ 8. ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇത് കറക്റ്റ് ആണോ? 0 ≤ 8 കറക്റ്റ് അല്ല. 8 ആണ് വലുത് 0-നെക്കാളും ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് കറക്റ്റ് ആവുന്നുണ്ടെങ്കിൽ 0 ഡയറക്ഷനിലായിരിക്കും ആ ലൈനിന്റെ ഏരിയ വരിക. ദാറ്റ് മീൻസ് ആ ലൈൻ ഏതാ? നമ്മൾ ആദ്യം വരച്ച ലൈൻ ഏതാ? 0 4 2 അല്ലേ. ഈ ലൈനാണ്, ഈ ബ്ലൂ ലൈനാണ്. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് വരിക? താഴോട്ടേക്ക് വരിക, 0 ഡയറക്ഷനിലേക്ക്. 0 എന്ന് പറഞ്ഞാൽ ഇവിടെയല്ലേ, അപ്പോൾ 0 അടുത്തേക്കാണ് അതിന്റെ ഏരിയ വരിക, അങ്ങോട്ടേക്ക്. ഓക്കെ, താഴോട്ടേക്ക്. ഞാനത് അവിടെ താഴോട്ടേക്കുള്ള എറോ മാർക്ക് ഇട്ട് വെച്ചു. ഇനി ആ റെഡ് ലൈനിന്റെ ഏരിയ അങ്ങോട്ടേക്കാണ് വരാൻ നോക്കണം. അതിന് റെഡ് ലൈനിന്റെ ഇനീക്വാലിറ്റി എഴുതുക. റെഡ് ലൈൻ ഇതാണ്, ഈ ഇക്വേഷൻ്റെ ലൈനാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇനീക്വാലിറ്റി എഴുതണം. ഇനീക്വാലിറ്റി എന്താ? 3x + 2y ≤ 12 അല്ലെ. 3x + 2y ≤ 12. അവിടെ നമ്മൾ 0 കൊടുക്കുക. 0 കൊടുത്താൽ 3 × 0 + 2 × 0 ≤ 12. ദാറ്റ് ഈസ് 3 × 0 + 2 × 0 0 ആണ്. 0 ≤ 12. അതും കറക്റ്റ് ആണ്. അതും കറക്റ്റ് ആണെങ്കിൽ 0 ഡയറക്ഷനിലാണ് ആ ലൈനിന്റെ ഏരിയ വരിക. ആ ലൈനിന്റെ ഏരിയ വരിക ഇത് റെഡ് ലൈനിന്റെ. അപ്പോൾ ഈ രണ്ട് ലൈനിനും കോമൺ ആയിട്ടുള്ള ഏരിയ ഏതാ? ബ്ലൂവിൻ്റെയും താഴോട്ടേക്ക് റെഡിൻ്റെയും താഴോട്ടേക്ക് എന്ന് പറയുമ്പോൾ ഇതാ, ബ്ലൂവിൻ്റെയും താഴോട്ടേക്ക് റെഡിൻ്റെയും താഴോട്ടേക്ക് അല്ലെ. ബ്ലൂവിൻ്റെയും താഴോട്ടായിരിക്കണം, റെഡിൻ്റെയും താഴോട്ടേക്ക് ആയിരിക്കണം. അപ്പോൾ ഈ ഏരിയോ അല്ലെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഏരിയോ ഇതിപ്പോൾ ബ്ലൂവിൻ്റെ താഴോട്ടേക്കല്ലേ, പക്ഷെ അത് റെഡിൻ്റെ താഴോട്ടേക്കാണോ? ഈ ഡയറക്ഷനിലാണോ? റെഡിൻ്റെ അല്ല. അപ്പോൾ രണ്ടിൻ്റെ താഴോട്ടേക്ക്, രണ്ടിൻ്റെ 0 എന്ന പോയിന്റിൻ്റെ ഡയറക്ഷനിലേക്കാണ് രണ്ടിന് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയ വരിക. പക്ഷേ ഈ ഏരിയ ഫുള്ള് വരികയില്ല. കാരണം എന്താ അറിയോ? വേറെ രണ്ട് കൺസ്ട്രെയിൻസ് ഉണ്ട്. x > 0, y > 0. എക്സും വൈയും 0-നേക്കാളും കൂടുതലായിരിക്കണം. ദാറ്റ് മീൻസ് എക്സും വൈയും 0-നേക്കാളും കൂടുതലായിരിക്കും വെച്ചാൽ ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഏരിയ മാത്രമേ വരുള്ളൂ. ഷെയ്ഡഡ്. ഓക്കെ, ഷെയ്ഡഡ് റീജിയനായിട്ട് ഇത് മാത്രമേ വരുള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എഴുതേണ്ടത് ഈ പോയിന്റ്സിന്റെ വേർട്ടിസസ് എഴുതുക. ഈ ഒരു ഏരിയന്റെ ഈ ഒരു ബൗണ്ടഡ് റീജിയൻ എന്നാണ് ഇതിനെ വിളിക്കുക. ഇതിന്റെ വേർട്ടിസസ് എഴുതണം. ഒന്ന് 0 ഒന്ന് 4 ഒന്ന് 0 ഇതെന്താ? ഈ പോയിന്റ് 2,3 അല്ലേ? 2,3 അല്ലേ? അത് ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ട് ഇക്വേഷനിലും 2,3 കൊടുത്തു നോക്കുക. ഇക്വേഷൻസ് കറക്റ്റ് അല്ലേ നോക്കുക. എക്സിന് 2 അല്ലെ, 2,3 ആണ്. എക്സിന് 2 വൈക്ക് 3 കൊടുത്തു നോക്ക്. എക്സിന് 2 വൈക്ക് 3, അപ്പോൾ 2 + 2 × 3 6. 2 + 6 8 കറക്റ്റ് ആണ്. ഇനി എക്സിന് 3 വൈക്ക്, എക്സിന് 2 വൈക്ക് 3, അപ്പോൾ 3 × 2 6, 2 × 3 6, 6 + 6 കറക്റ്റ് 12. കറക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ എന്താ പോയിന്റ് എന്താ? 2,3. ഇനി മക്കൾ എഴുതേണ്ടത് എന്താ അറിയോ? ആ പോയിന്റ്സ് ഒക്കെ അങ്ങ് എഴുതുക. ആ പോയിന്റ്സ് ഒക്കെ എഴുതുക. വെർട്ടിസസിന്റെ ഏതൊക്കെയാ? ഒന്ന് 0 അടുത്തത് ഈ പോയിന്റ് 40, അടുത്തത് ഈ പോയിന്റ് 04, അടുത്തത് ഈ പോയിന്റ്. ആ പോയിന്റ് ഏതാ? 2,3. ഓക്കെ, ഇനി നിങ്ങൾ സെറ്റ് എഴുതുക. സെറ്റ് എന്താ? -3x + 4y. നിങ്ങൾ ഓരോ പോയിന്റ്സിലും സെറ്റിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. ഓരോ പോയിന്റ്സിലും 0 എന്താ സെറ്റിന്റെ വാല്യൂ? എന്താ? 0 എക്സിന് 0 വൈക്ക് 0, സോ ടോട്ടൽ 0 ആയിപ്പോയി. 4 എക്സിന് 4 വൈക്ക് 0 പറയുമ്പോൾ ഇത് 0 ആയിപ്പോയി. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളതിന് എക്സിന് 4 കൊടുക്കാം. -3 × 4 -12. ഓക്കെ, ഇനി ഇവിടെ അടുത്തതിൽ എക്സിന് 0 വൈക്ക് 4, എക്സിന് 0 പറയുമ്പോൾ ഇത് 0 ആയിപ്പോയി. ബാക്കി 4y, 4 × 4 16 അല്ലെ. നേരത്തെ -3 × 4 -12. ഓക്കെ, -3 × 4. ഓക്കെ, നെക്സ്റ്റ് വൺ എക്സിന് 2ഉം എക്സിന് 2ഉം വൈക്ക് 3ഉം. അപ്പം എക്സിന് 2 കൊടുത്താൽ എന്താ കിട്ടുക? -3 × 2 അല്ലേ? -3 × 2 പ്ലസ് 4 × y, 4 × 3 4 3 12. -3 × 2 -6, -6 + 12, 12 - 6 6 അല്ലേ ആൻസർ വരിക അല്ലേ? 4y 4 3 12. പിന്നെ -3 × x, -3 × 2, 12 - 3 × 6, 12 - 6 6 കറക്റ്റാണ്. ഓക്കെ, നമ്മൾ ഇനി നിങ്ങൾ നോക്കേണ്ടത് ക്വസ്റ്റനിൽ മാക്സിമൈസ് ആണോ മിനിമൈസ് ആണോ നോക്കുക. മിനിമൈസ് ആണെങ്കിൽ ഏറ്റവും മിനിമം വാല്യൂ, സെറ്റിന്റെ ഏറ്റവും മിനിമം വാല്യൂ നോക്കുക. മാക്സിമൈസ് ആണെന്ന് സെറ്റിന്റെ ഏറ്റവും മാക്സിമം വാല്യൂ നോക്കുക. ഇവിടെ ഇപ്പോൾ മിനിമൈസ് ആണ്, അതുകൊണ്ട് സെറ്റിന്റെ ഏറ്റവും മിനിമം വാല്യൂ എത്രയാണ്? -12. സോ മിനിമം വാല്യൂ ഓഫ് സെറ്റ് ഈസ് -12 അറ്റ് ഏത് പോയിന്റിലാണ്? 4,0. ദാറ്റ്സ് ഇനഫ്. ഇനി മാക്സിമം വാല്യൂ വെച്ചാൽ നിങ്ങൾ മാക്സിമം വാല്യൂ നോക്കിയിട്ട് അത് ഏതാണെന്ന് എഴുതുക, അത് ഏത് പോയിന്റിലാണ് എഴുതുക.
ദാറ്റ്സ് ഇനഫ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്തായാലും നിങ്ങൾ എക്സാമിന് ബോർഡ് എക്സാമിനേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ നല്ലപോലെ പഠിക്കുക ആൻഡ് നല്ലപോലെ ബോർഡ് എക്സാമിനേഷൻ എഴുതാം. ഓൾ ദ ബെസ്റ്റ് മക്കളെ.